വളരെ നല്ല പ്രൊഡക്ഷൻ ആയിരുന്നു. ഇപ്പോൾ 10 പേർക്ക് ചേർത്ത് ഒരു കാപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ചേർത്ത് ഒരു 10 പഴവും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് 10 പേർക്കും ചേർന്നല്ല, ഈ കാപ്പി എനിക്ക് വേണ്ടി മാത്രം. ഈ കാപ്പി ഇവൻ ചോദിച്ച് മേടിച്ചതാണ്, നായകൻ എന്നുള്ള പ്രിവിലേജ് വെച്ചിട്ട്. അപ്പോൾ അവൻ അത് ഷെയർ ചെയ്യാത്തിടത്തോളം കാലം ഇവന് പരാതി പറയുന്ന അവകാശമില്ല. പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുള്ള ഒരു സിനിമ കൂടെയാണ്. പറഞ്ഞതിനേക്കാളും ബജറ്റ് ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. ഇച്ചിരിയല്ല, കുറച്ച്. മഴക്കാലം അപ്പോൾ കുറേ ദിവസം, എല്ലാ ദിവസവും മഴയായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ. പിന്നെ മഴ കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ സെറ്റിലേക്ക് ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ഈ സിനിമയുടെ ഷൂട്ട് എവിടെ ഉണ്ടോ അവിടെയൊക്കെ മഴയായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. പുരുവേലത്ത് രാമേശ്വരം ഭാഗത്ത് മാത്രമായിട്ട് ഞങ്ങൾ ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടെയും മഴ പെയ്തു. അപ്പോഴും ഞങ്ങൾ ശിവൻ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രോ ഇവിടെയും മഴ പെയ്യണം, അവിടെയും മഴ. അതെ, അത് ഈ മരണമാസത്തെ സെറ്റിലായിരിക്കും. എന്തൊരു ഗതിയില്ലാത്തവന്മാരാടാന്നുള്ള രീതിയിലായിരുന്നു. എവിടെ പോയാലും മഴ. ഞങ്ങൾ അതും നൈറ്റായിരുന്നു, എല്ലാ ദിവസവും നൈറ്റ് ഷൂട്ടായിരുന്നു. ഫുൾ രാത്രി നടക്കുന്ന കഥയായതുകൊണ്ട് ഫുൾ നൈറ്റായിരുന്നു ഷൂട്ട്. രാത്രി മുതൽ രാവിലെ വരെ ഇരിക്കണം. ഈ രാത്രി ഉറക്കം വിളിച്ചിട്ട് 2 മണിക്ക് 3 മണിക്കൊക്കെ മഴയും നോക്കിയിരിക്കുക, ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. അത് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതിലധികം വെറുതെ പൈസ പോയിക്കൊണ്ടിരിക്കുക. ഈ ലൈറ്റും യൂണിറ്റും സെറ്റപ്പും ക്യാമറ ടീമും ക്രൂ എല്ലാവരും ഇവിടെ വന്നിട്ട് ജോലി എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു. ഷൂട്ടിംഗ് ഡേയ്സ് കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും സിനിമയെ യാതൊരു വിധ കോംപ്രമൈസും ചെയ്യാതെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അവസാനം വരെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ക്വാളിറ്റി 2 ക്യാമറ ഉണ്ട്, മൾട്ടി ക്യാമറ എന്നൊക്കെ, അതൊക്കെ ഇപ്പം എല്ലാ പടത്തിലും ഉണ്ടല്ലേ. എന്നാലും പറഞ്ഞേക്കാം. ക്യാമറ സൂപ്പർ 35, വലിയ വെരി എക്സ്പെൻസീവ് ക്യാമറ. അത് 2 എണ്ണം. കൂക്ക് ലെൻസ് മേടിച്ചു. ഒരു ലെൻസ് മേടിക്കേണ്ടവരോ ഒന്നും, സാധാരണ അതൊക്കെ വാടകയ്ക്ക് എടുക്കാറ്. സ്വന്തമായിട്ടൊരു ലെൻസ് മേടിച്ച പ്രൊഡ്യൂസറാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് എഫേർട്ട് അല്ലേ. ഇല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്തോ അല്ല, എനിക്കും ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പരിചയമുള്ളൂ. ഞാനല്ല സ്പോട്ടിലുണ്ടായിരുന്നു. നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ചു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പൊ ആ രീതിയിൽ ഭയങ്കര നന്നായിട്ട് തന്നെ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട് കട്ടയ്ക്ക്. ടോയി എന്നുള്ളൊരു അവന്റെ ബ്രദറും ഉണ്ടായിരുന്നു, ടിങ്സ്റ്റൺ ചേട്ടനും ഗോകുലും. അവരൊക്കെയാണ് ഈ സിനിമ എക്സിക്യൂട്ട് ചെയ്തത്. അവർ തന്നെയാണ് ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് എല്ലാ രീതിയിലും ഇതിന്റെ കൂടെ നിന്നത്. അവസാന നിമിഷമൊക്കെ ആയപ്പോഴേക്കും ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളിലൊക്കെയാണ് ഇത് തീർക്കേണ്ടി വന്നത്. എന്നാൽ പോലും എല്ലാവരും കട്ടയ്ക്ക് കൂടെ നിന്ന് ഒരുമിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങി. അപ്പോൾ ഈ ഐഡിയ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മളതിനൊരു ഏകദേശം ഒരു 1 ലൈൻ ആക്കിയിട്ട് ഇത് പ്രൊഡക്ഷൻ ആരെ മീറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടെൻഷനായിട്ട് ഒരു ദിവസം രാത്രി ഉറക്കമൊന്നുമില്ലാതെ 4 മണിക്ക് ഞാനൊരു കാര്യമില്ലാതെ അതിൻ്റെ 1 ലൈൻ ടോയ്ക്ക് അയച്ചു കൊടുത്തു. അതെന്തിനാ അയച്ചതെന്ന് എനിക്കറിയില്ല. അന്ന് പുള്ളിക്ക് പ്രൊഡക്ഷൻ പ്ലാനുകളൊന്നും ഇല്ല. അപ്പം ഞാൻ ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടി അയച്ചു. പുള്ളി പറഞ്ഞു അമേരിക്കയിൽ യുഎസിൽ എവിടെയായിരുന്നു, അപ്പോൾ തിരിച്ചു വന്നിട്ട് നമുക്ക് കാണാം. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാവുന്നത്. അപ്പം അതിന് ശേഷം പിന്നെ എല്ലാവരും നമ്മുടെ കൂടെ വന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇതിന് ബേസിനോട് കഥ പറയുന്നത്, അഭിനയിക്കാൻ വേണ്ടി പറയുന്നത്. അതിന് മുമ്പ് അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആണ് പിന്നെ ഈ സിനിമയുടെ ഒരു പ്രീ പ്രൊഡക്ഷനും പിന്നീട് ഗൂഗിൾ, നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഗൂഗിളാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്തിരുന്നത്. ടിൻസൺ ചേട്ടനാണ് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നിരുന്നത്. ഫുൾ പ്രൊഡക്ഷൻ പുള്ളിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എന്നെക്കാളും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള ടിൻസൺ ചേട്ടനായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആ സിനിമ ഇപ്പോൾ ഇവിടെ തിയേറ്ററിൽ ഇറങ്ങി, ഇന്നലെ ഇറങ്ങി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മരണമാസിൻ്റെ ഒരു പാർട്ടാകാൻ പറ്റിയതിലും സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതിലൊക്കെ. ഇപ്പം ആൾക്കാർ തിയേറ്ററിൽ നല്ല റെസ്പോൺസൊക്കെ പറയുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ അറിയുമ്പം അതിനേക്കാളും ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണണം. എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലൊരു സിനിമയാണ് നമ്മൾ. അപ്പം താങ്ക് യു. സമൂഹത്തിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്, സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആർക്കും ഫീൽ ചെയ്യാതെ, ആർക്കും അത് എന്നാൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. അല്ലെങ്കിൽ വലിയ വിവാദങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് മനഃപൂർവ്വമാണ് അങ്ങനെ ഒരു ക്രിയേറ്റ് ഉണ്ടായത്. കാരണം ഇപ്പോഴത്തെ എല്ലാ ഇഷ്യൂസും പറഞ്ഞു പോകുന്ന രീതിയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്റർടൈൻ ചെയ്ത് വളരെ ചിരിയോടുകൂടി കാണാനും പറ്റുന്നുണ്ട്. അത്തരം ഒരു രീതി കൈക്കൊള്ളാനുള്ള കാരണം എന്തായിരുന്നു? അല്ല, ഞാൻ ആ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പം ആ സമൂഹത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഞാൻ സ്ക്രിപ്റ്റിനകത്തും എഴുതാൻ ശ്രമിച്ചിട്ടുള്ളത്.
അത് കുറച്ച് കോമഡി, അതെൻ്റെ ഇഷ്ടമായിരുന്നു, കോമഡി ആയിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് കോമഡിയിൽ കൂടെ തന്നെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനുള്ള മേജറായിട്ടുള്ള കാര്യം. അത് ബാക്കി ആൾക്കാർക്ക് നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ചില തെറ്റുകൾ എനിക്ക് തോന്നിയിട്ടുള്ളതിനെ കുറച്ച് കോമഡി ആയിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. കോമഡി ആയിട്ട് പറയാനെങ്കിലും അതിനൊരു ചങ്കൂറ്റം എന്ന് പറയുന്നത് വലുത് തന്നെയാണ്. കാരണം അത്രയും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഇതൊക്കെ. ആ ചങ്കൂറ്റം നിങ്ങൾ നല്ല രീതിയിൽ കോമഡിയിലൂടെ വർക്ക് ചെയ്തപ്പോൾ സമൂഹം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഒരു വിമർശനം പോലും ഉണ്ടാകാതെ അത് ഏറ്റെടുത്തു. അതിനാണ് ഈ മരണമാസ ടീമിന് വലിയൊരു ബിഗ് സല്യൂട്ട് ഞാൻ ആദ്യം നൽകുകയാണ്. കാരണം ആ രീതിക്ക് ആ സിനിമ ഏറ്റെടുത്തുന്ന കാര്യം സംശയമില്ല. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സെൻസറിൽ കത്രിക വരെ വെക്കുന്ന കാലഘട്ടമാകുമ്പോൾ നിങ്ങൾ ഈ സിനിമയായി വരുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കുകയാണ്. അവിടെ ഒരു കത്രയും വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് നിങ്ങളുടെ ഒരു വിജയവും ഈ സിനിമ വിജയിക്കാനുള്ള കാരണം അത് തന്നെയാണെന്ന് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ബാക്കിയുള്ളവർ എനിക്കറിയില്ല. ഞാൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞ സാറാണ്. പിന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആൾക്കാരെ ചിരിപ്പിച്ചേക്കാം അല്ലെങ്കിൽ കരയിപ്പിച്ചേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ഒരു സിനിമയും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഈ ഒരു സിനിമ ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ജോൺറയിൽ നമ്മളൊരു സിനിമ ചിന്തിക്കുന്ന സമയത്ത് അതിനോട് മാക്സിമം നീതി പുലർത്തണം എന്നുണ്ടായിരുന്നു. അതിന് പറ്റിയ ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പ്രൊഡക്ഷന്റെ ഫ്ലാറ്റിൽ എല്ലാവരും കൂടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന തമാശകൾ മനസ്സിലാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് ഈ സിനിമയ്ക്ക് എന്താ പറയാ, അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ അവകാശവാദങ്ങളോ അങ്ങനെ ഒന്നും പറയാനില്ല. ചിരി വരുത്താം എന്നുള്ളത് മാത്രമേ നമ്മൾ മുമ്പും ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിൽ സക്സീഡ് ആവുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ തിയേറ്ററുകളിൽ നിറഞ്ഞ ചിരി നമുക്ക് കൃത്യമായിട്ട് അറിയാം. മറ്റ് ഏതൊരു ഇമോഷനും ആണെങ്കിൽ നമുക്ക് പിന്നീട് ആൾക്കാർ അഭിപ്രായം പറയുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചിരി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് തിയേറ്ററിൽ ഇരുന്നിട്ട് ഇൻസ്റ്റന്റ്ലി നമുക്ക് അതിന്റെ റിവാർഡ് കിട്ടുന്ന പോലെയാണ്. ആരെയും വിഷമിപ്പിക്കാനോ ഉപദ്രവിക്കാനോ വേണ്ടി അല്ലാതെ, അങ്ങനത്തെ ഒരു ഇന്റൻഷൻ ഇല്ലാതെ പറയുന്ന തമാശകളെ അങ്ങനത്തെ ഒരു രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അതിലൂടെ ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ക്രൂരതയാണ്. നമുക്ക് തമാശകൾ പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം, അത് അങ്ങനത്തെ ആക്ഷേപഹാസ്യത്തിലൂടെ നമുക്ക് പല കാര്യങ്ങളും ആൾക്കാരെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചിന്തിപ്പിക്കാനും ഒക്കെ പറ്റുന്നതാണ്. അത് ഞങ്ങളുടെ ഒരു തരത്തിലുള്ള ഞങ്ങളുടെ ഈ സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്നത് ആരെയും ഹേർട്ട് ചെയ്യാതെ ചിരിപ്പിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്ലാഷസ് ഉണ്ടാവുമെന്നൊന്നും നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് ഇതിന്റെ പ്രൊഡക്ഷനിൽ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇടപെട്ടിട്ടില്ലെങ്കിലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരോടും അങ്ങനെ നിർബന്ധിച്ച് ശമ്പളം കുറപ്പിക്കരുത് എന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യം, എല്ലാവർക്കും പണിയെടുത്താൽ അവർ അർഹതപ്പെടുന്ന അവരുടെ പൈസ കിട്ടിയിരിക്കണം എന്നുള്ളത് എനിക്കും അറിയാവുന്നതാണ്. അത് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമൊക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഞാൻ കൂടുതലും ഈ പറയുന്ന പോലെ ശമ്പളം മേടിക്കുന്ന അല്ലെങ്കിൽ ആ ക്രിയേറ്റീവായിട്ടുള്ള സൈഡിലാണ് ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവര് എങ്ങനെയൊക്കെ ചിന്തിക്കും, അവർക്ക് എന്തൊക്കെ ഫീൽ ആവും എന്നുള്ളതൊക്കെ എനിക്ക് ഈസിലി ചിന്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സൗഹൃദം മുതലെടുത്തുകൊണ്ട് ആരെക്കൊണ്ടും ശമ്പളം കുറപ്പിക്കരുത് എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവർക്കും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള സാലറി ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ സൗഹൃദം നമ്മൾ മുതലെടുത്തിട്ടില്ലെങ്കിൽ പോലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗുരു സാറിനെ പോലെ ഉള്ള ആൾക്കാർ, ഇപ്പോൾ ബേസിലാണെങ്കിലും സുരേഷ് ചേട്ടനാണെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും ഈ സിനിമ പരമാവധി ഈ പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് ഒരു ഡാർക്ക് ഹ്യൂമർ ഇവിടെ വന്നിട്ടില്ലാത്ത ജോണർ ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയൊരു റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് അറിയാവുന്ന കാരണം കൊണ്ട് ആരും അമിതമായിട്ടുള്ള ശമ്പളം ഞങ്ങളോട് ചോദിക്കുകയോ അങ്ങനെ ശമ്പളത്തിന്റെ പേരിലൂടെ അങ്ങനെ ഒരു സംസാരമേ ഉണ്ടായിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഒരിക്കലും ഇവരുടെ ശമ്പളം കുറപ്പിക്കരുത് എന്ന് പറയാനും കാരണം നാളെ ഇവരും പ്രൊഡ്യൂസ് ചെയ്യും, എന്നെ അഭിനയിക്കാൻ വിളിക്കും. ഇപ്പൊ ഞാൻ കുറപ്പിച്ച അപ്പൊ ഞാൻ കുറയ്ക്കേണ്ടി വരും എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. വരുന്നുണ്ടല്ലോ, ഞാൻ ആലോചിച്ചിട്ടിരുന്നത് 25 ദിവസം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ട് 75 ദിവസം ഷൂട്ട് ചെയ്തു. ശമ്പളം കൂടുതലൊന്നും തന്നില്ല, 25 ദിവസം ശമ്പളമേ തന്നുള്ളൂ. ഞാൻ ആലോചിച്ചിരുന്നത് നമ്മള് 40 ദിവസം എന്ന് വിചാരിച്ചിട്ട് 70 ദിവസം ഷൂട്ട് ചെയ്തു, എന്നിട്ട് ആരും ഇങ്ങോട്ടൊന്നും തന്നില്ല. അതായത് ഈ മഴയൊക്കെ വരുന്ന സമയത്ത് അത് ഞാൻ പറയുന്നത് ഡെയിലി വേജസ് ആൾക്കാരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറ്റു ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആക്ച്വലി സ്പീക്കിംഗ് ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും ഒക്കെ പറഞ്ഞതിനേക്കാൾ ശമ്പളം
കൂടുതൽ ചോദിക്കാനായിട്ട് സ്വാഭാവികമായിട്ട് അവകാശമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അവർ അത്രയും ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ ശമ്പളം കൂട്ടി ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് ചോദിച്ചില്ല. അല്ല, അത് ചോദിച്ചില്ല. അത് ഞാൻ പറയാൻ ചോദിക്കാനുള്ള അത് പക്ഷെ അവിടെയാണ് ഇവരെല്ലാവരും ഈ മഴ നോക്കിയിരുന്നത്, മഴ മാറുന്നത് നോക്കിയിരുന്നപ്പോ ഇവർക്കും അറിയാം ഇതങ്ങനെ എല്ലാവരും അവനവന്റെ കാര്യം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇവിടുത്തെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ കളക്ഷനേക്കാൾ മുകളിലേക്ക് പോകും. പക്ഷെ എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നമ്മളെ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഇങ്ങനത്തെ പരീക്ഷണങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയായി പോകും. നമ്മൾ ഒരു അച്ചിൽ വാർത്ത പോലത്തെ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. നമുക്ക് പ്രോഫിറ്റ് ഇത്രയും വരും എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ മാത്രം ചെയ്യേണ്ടി വരും. അതിൽ നിന്നും മാറി എന്തെങ്കിലും ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചെറിയ രീതിയിലെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാവരുടെയും സഹകരണം അതിനകത്ത് ഭയങ്കര ആവശ്യമാണ്. ഇപ്പൊ എന്തായാലും മരണമാസം ഇപ്പൊ കൊലമാസമായിട്ട് പ്രേക്ഷകനെ ഏറ്റെടുത്ത തിയേറ്ററിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചില കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫ്രീഡം ഉണ്ട്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മളായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചിലൊരു ഫ്രീഡം ഉണ്ട്. ഇതിലെ കഥാപാത്രം ബേസിൽ അതുപോലത്തെ ഒരു കഥാപാത്രമായിരുന്നു. ഇല്ല, ഇത് കുറച്ചുകൂടെ എക്സാജറേറ്റഡ്. അപ്പൊ കുറച്ചുകൂടെ പാടായിരുന്നു. അത് ഇച്ചിരിയോടെ കുറവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതെല്ലാം കുറച്ച് പുഷിയാണല്ലോ, ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എക്സാജറേഷൻ്റെതായിട്ടുള്ള ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ആള് ഭയങ്കര മൊത്തത്തിൽ പോലീസ് സ്റ്റേഷനൊക്കെ OLX നിൽക്കാനിട്ടിരിക്കുന്ന ഒരുത്തന്നൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരാൾ ഇതുവരെ കണ്ടിട്ടില്ല, സിജുവിനല്ലാതെ. അപ്പൊ എനിക്കതുകൊണ്ട് അതിപ്പോ എങ്ങനെയായിരിക്കും അങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര കംഫർട്ട് സോണിലുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. കുറച്ചുകൂടെ പക്ഷെ രസമായിരുന്നു ചെയ്യാൻ. ഈ പറയുന്നത് നമുക്ക് എന്തും വൈൽഡായിട്ടൊക്കെ ചെയ്യാം. ഈ പറയുന്ന മറ്റേ തുടക്കത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ ചെവിയോ ആൾക്കാരുടെ ആരവ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നു പറയണ പോലെ അങ്ങനെയൊക്കെ കുറച്ച് വൈൽഡായിട്ടൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ തൊട്ട് ചേട്ടന്റെ കഥാപാത്രം എങ്ങനെ ആയിരിക്കും, ഏത് ലെവലിലായിരിക്കും എന്നുള്ള ഗ്രാഫ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ശരിക്കും പറയാൻ ഓഡിയൻസിന്റെ റിയാക്ഷൻസ് കാണുമ്പോൾ കണ്ടായിരുന്നു പ്രതീക്ഷിച്ച റിസൾട്ട് തന്നെയാണ് ഓഡിയൻസിന് കിട്ടിയത്. അതിലും അധികം ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ അവിടെ നല്ല കയ്യടിയും ചിരികളും. നമ്മൾ സീൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. സിജു എഴുതി വെച്ചിട്ടുള്ളതിനകത്ത് തന്നെ ഒരു ഹ്യൂമർ ഉണ്ട്, ഓൾറെഡി ഒരു ഹ്യൂമർ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ സീൻസും ഞങ്ങൾ ലൊക്കേഷനിൽ ഇംപ്രവൈസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് വേറെ യാതൊരു തരം ഈഗോയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനകത്ത് ഇയാൾക്ക് ഡയലോഗ് കൂടുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ഡയലോഗ് കൂടുന്നു, അല്ലെങ്കിൽ അയാൾക്ക് ചിരി കിട്ടും, അങ്ങനല്ല. ഇപ്പം എൻ്റെ പല സീനിലൊക്കെ തന്നെ ബേസിലും ഒക്കെ തന്നെ വന്ന് ഇൻവോൾവ് ചെയ്ത് നമുക്ക് ഈ ഡയലോഗ് പറയാം, ഇങ്ങനെ കയറ്റാൻ പറ്റും, കൗണ്ടർ ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങൽ സംഗതി ഞങ്ങൾ ഈ ടീമിനകത്ത് എല്ലാ സീനിലും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒക്കെ ഒരു ഗുണം നമുക്ക് ആ സിനിമയിൽ കാണുന്നുണ്ട്. അല്ല വെറുതെ എഴുതി വെച്ചത് മാത്രം ചെയ്യാനല്ല. അപ്പോൾ അതിന് സ്വാതന്ത്ര്യം ഡയറക്ടർ തന്നിട്ടുണ്ട്, റൈറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സീൻസ് ഞങ്ങൾക്ക് നല്ലപോലെ ഇംപ്രവൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ചിരിയും കൈയടികളൊക്കെ തന്നെ തിയേറ്ററിൽ കിട്ടുന്നുണ്ട്. സുരേഷേട്ടൻ ഒരു സീനിയർ ആക്ടറാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് താങ്കൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ സർക്കാസം എന്ന് പറയുന്നത് വലിയൊരു പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ ധൈര്യമായിട്ട് നമുക്ക് പറയാം, അത് കേൾക്കുന്ന ആളും ആ ലെവലിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും എന്നൊരു വിശ്വാസത്തിലായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു കാലത്ത് ഒന്നും ഇന്ത്യ പോലും അതെന്തായിരിക്കും ചിന്തിക്കുന്നത്, വേദനിപ്പിക്കുമോ, അയാൾ അത് തിരിച്ചെങ്ങനെയായിരിക്കും എടുക്കുന്നത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. ശരിക്കും ഇങ്ങനെ സബ്ജക്ട് കേട്ട സമയത്ത് എങ്ങനെ തോന്നിയിരുന്നു, ഇതെങ്ങനെ ആളുകൾ എടുക്കും, വർക്കൗട്ട് ആവുമോ, നെഗറ്റീവായിട്ട്? ഇതിനകത്തിപ്പോൾ ആരെയും വേദനിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും തന്നെ ഇതിൽ ഉണ്ടായിട്ടില്ല. എവിടെയും ഒരു സ്ഥലത്ത് പോലും ഉണ്ടായിട്ടില്ല. നമ്മളങ്ങനെ ആരും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊരു എന്റർടൈനർ അത്രയേ ഉള്ളൂ. ഫൈറ്റിന്റെ ഇടയിൽ ബേസിലിന് കുറച്ച് ഇടി കിട്ടിയപ്പോഴാണ് ശരിക്കും വേദനിച്ചത് നമുക്ക്. അല്ലാതെ സിനിമയിൽ സ്ക്രിപ്റ്റിലൂടെ നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ സബ്ജക്റ്റ് അല്ലല്ലോ ഇത്. ഇങ്ങനെ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആണ്, അത്രയേ ഉള്ളൂ. സിജു ആദ്യം പറഞ്ഞ സമയത്ത് ഇത് എങ്ങനെയായിരിക്കും എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ ഒരു ആവശ്യമായിട്ട് ചെന്നപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങള് നേരെ പോകും, അത്രേ ഉള്ളൂ. വെരി സിമ്പിൾ. നമുക്ക് അങ്ങനെ എന്താ പറയാ, ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു സൗണ്ട് കൊണ്ട് മാത്രം ആ പ്രസൻസ്, ആ ഫോട്ടോ കാണിക്കുമ്പോൾ മുതൽ പിന്നെ ആ ക്യാരക്ടർ അതിലുണ്ടായിട്ടുള്ള ഹ്യൂമർ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് സിനിമയിലും ഉണ്ട്. അത് നമുക്ക് വേറെ
ആരുടെയെങ്കിലും ശബ്ദം വെച്ച് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് തന്നെയാണ് അതിന്റെ റൈറ്റ് പരിപാടി. രണ്ട് ദിശയായിട്ട് പോകുന്നത് കോമഡിയിലേക്ക് സീരിയസ് കോമഡിയിലേക്ക് ആ ഒരു ട്രാക്ക് പിടിക്കുമ്പോൾ എങ്ങനെയാണ് സന്തോഷവാനാകുന്നത്? നല്ല സീരിയസ് ട്രാക്ക് വിളിച്ച് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്നു, വളരെ വീണ്ടും കോമഡി ട്രാക്കിലേക്ക് വരുന്നു. അതിന്റെ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാണ് ബേസ്? അല്ല, അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു എക്സൈറ്റ്മെന്റ് വരുമോ, നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്നത്. അങ്ങനെയാണല്ലോ ഇനിയും അത് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. ഇനിയും പൊന്മാൻ പോലത്തെ സിനിമകളും ചെയ്യണം, അതേസമയം മരണമാസം പോലത്തെ സിനിമകളും ചെയ്യണം. അപ്പോഴാണ് അതിനൊരു അതൊന്നും അല്ലാത്ത സിനിമകളും ചെയ്യണം. അപ്പോൾ അതെല്ലാം കൂടെ ഒരു മിക്സ് ഓഫ് എല്ലാം വരുമ്പോഴാണല്ലോ നമുക്കും ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊരു മോണോട്ടോണസ് ഇതായിട്ട് മാത്രം നിൽക്കുമല്ലോ, ഒരേപോലെ തന്നെ എന്നുള്ള രീതിയിൽ നമുക്കും അത് ബോറടിക്കാൻ തുടങ്ങുമല്ലോ, കാണുന്നവർക്കും അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ശ്രമിക്കുക. അത് അത്തരത്തിലുള്ള വെറൈറ്റീസും വരുന്നവർക്കും കൊണ്ടുവരാനുള്ളൊരു മോട്ടിവേഷനും കൂടെ ആണല്ലോ. പൊന്മാൻ കാണുമ്പോഴാണ് അവർക്ക് ഓക്കെ ഇയാൾക്ക് ഇങ്ങനത്തെ റോളുകൾ ചെയ്യാൻ സ്കോപ്പ് ഉണ്ട്, അപ്പോൾ അങ്ങനത്തെ റോളുകൾ അവരും ആലോചിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഗുരുവായൂർ അമ്പലനടയിലോ നുണക്കുഴിയോ മരണമാസം എന്നൊക്കെ പറയുന്ന പോലത്തെ റോളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ വരിക. അപ്പോൾ നമ്മളും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്പൺ ആകുമ്പോഴാണ് അവരും ഓപ്പൺ ആവുകയുള്ളൂ, ഓഡിയൻസും അതിനനുസരിച്ചിട്ട് എക്സൈറ്റഡ് ആവുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഒരാൾക്ക്, ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരാനുള്ള പോസിബിലിറ്റീസ് ആണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഒരു ഡയറക്ടർ ആണെങ്കിലും നമ്മൾ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള എക്സ്പെരിമെന്റുകൾ ചെയ്യുമ്പോഴാണല്ലോ, പല രീതിയിലുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ വളരുക. അല്ലെങ്കിൽ ഒരേപോലത്തെ കംഫർട്ട് സോണിൽ തന്നെ അകത്ത് തന്നെ നിന്ന് പോകുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും രണ്ടും വേണമെന്ന് എനിക്ക് തോന്നുന്നു, എല്ലാം വേണമെന്ന് എനിക്ക് തോന്നുന്നു. സീരിയസ് കഥാപാത്രങ്ങൾ പിന്നെ പെട്ടെന്നാണ് ഒരു ട്രാക്ക് മാറ്റി പിടിച്ച് ഈ പറഞ്ഞ പോലെ കോവിഡിനോ കൂടെ തന്നെ അഭിനയിച്ച് ട്രാക്ക് മാറ്റി ഈ സിനിമയിലേക്ക് വരുന്നത് കോമഡി ആവുന്നത്. അത് സുരേഷ് ചേട്ടൻ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? സുരേഷ് ചേട്ടൻ പറഞ്ഞു കേട്ടിടത്തോളം സുരേഷ് ചേട്ടന് കിട്ടിയില്ല ഇതുവരെ. ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം കിട്ടുന്നത് സുരേഷ് ചേട്ടൻ. അല്ലെങ്കിൽ സുരേഷ് ചേട്ടൻ ആ ഒരു ലൂപ്പിൽ പെട്ടുപോയ ഒരാളാണ് ബേസിക്കലി. അതേപോലത്തെ റോളുകൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക, ഇങ്ങനൊരു നല്ല തന്നെ കുറച്ച് കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു, അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സീനുണ്ട്, അപ്പോൾ അതിനൊരാളെ വിളിക്കണം, അതിനൊരു എക്സ്പേർട്ടായിട്ടുള്ള ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കപ്പെടുന്ന ഒരാൾ വേണം എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ സുരേഷ് ചേട്ടനെ വിളിക്കും. കോട്ടൊക്കെ ഇടിപ്പിച്ച് വന്ന് പറ്റിക്കുക, ഒരു ചതി, ചെറിയൊരു ചതി. അപ്പോൾ അങ്ങനെ പിന്നെ അത് ആദ്യം അങ്ങനെ ഒരു ഇതിലേക്ക് പോയി. പിന്നെ ഇപ്പോഴാണ് സുരേഷ് ചേട്ടൻ 2.0 റിവീൽ ആവപ്പെടുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് സുരേഷ് ചേട്ടന് എല്ലാ തരത്തിലുള്ള റോളുകളും വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോമഡിയും പ്രോപ്പർ ക്യാരക്ടർ റോൾസും അല്ലാത്ത ഈ പറയുന്ന കുറച്ച് വില്ലനി ആയിട്ടുള്ള റോൾസും എല്ലാം ഇനി വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ വാതിൽ മലർക്കെ തുറന്നു നടക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിലിന്റെ അടുത്ത പടത്തിൽ നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട് ഞാൻ. അത് ഇവിടെ വെച്ച് റിവീൽ ചെയ്യാനും അതൊരു ബാധ്യതയും എന്തെങ്കിലും തരും അത് പറയാൻ പറ്റില്ല. ഞാൻ മെസ്സേജ് അയച്ചുതരാം, വാട്സപ്പിൽ അയച്ചുതരാം. ഒന്നുമില്ല, ഒരു സീസണില് സ്ഥിരമായിട്ട് ബലാത്സംഗം ആ പരിപാടിയൊക്കെ ആയിരുന്നു. ഞാനങ്ങനെ ആലോചിക്കും എന്തിനാ എന്നെ വിളിക്കുന്ന ഒരു സ്ഥിരമായിട്ട്. അങ്ങനെ ഏതോ ഒരു നമ്മുടെ നന്ദിനി എന്ന് പറയുന്നത് നമ്മുടെ ഒരു നായിക ഉണ്ടായിരുന്നല്ലോ കൊണ്ട്, നമ്മുടെ കരുവാടി കുട്ടനുള്ള നായിക, അതിലും ബലാത്സംഗം പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 പടം അടുപ്പിച്ച് ഞാനായിരുന്നു. മൂന്നാമത്തെ സിനിമ എത്തിയപ്പോൾ അവർ വെച്ചു ഇതിലും നിങ്ങളാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ചിലപ്പോൾ അധികം ആൾക്കാർക്ക് ഇത് അറിയില്ലായിരിക്കാം, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം തേക്ക് പോവാതെ പെട്ടെന്ന് പണി തീർക്കാന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞൊരു 3-4 പടം അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. മാറി ഒരുപാട് മാറിയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും അതിന് തയ്യാറാവുന്നുണ്ട്. ചില ആർട്ടിസ്റ്റുകൾ ഡയറക്ടർ അയക്കുന്നുണ്ട്, അവരെ കൊണ്ട് ഈ കാര്യം എടുപ്പിക്കാൻ കഴിയുന്നു, ഭയപ്പെടുന്ന ഡയറക്ടർമാരുണ്ട്. അതെ, ആർട്ടിസ്റ്റ് തയ്യാറാവുന്നത് മാത്രമല്ല, അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പോയിന്റ്. പണ്ടും എല്ലാ ആർട്ടിസ്റ്റിനും ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ ഇത് ഓഡിയൻസ് ഇയാൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി കാരണം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ സമ്മതിക്കുന്നില്ലായിരിക്കും. അതായിരിക്കാം അങ്ങനെ സ്ഥിരം വില്ലൻ അല്ലെങ്കിൽ സ്ഥിരം ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ എല്ലാം മാറിപ്പോകുന്ന അതുകൊണ്ടായിരിക്കും. ആരും അങ്ങനെ ശ്രമിച്ചിട്ടില്ല.
ഒരു വില്ലൻ ക്യാരക്ടറിനെ കണ്ടുപിടിക്കാൻ ഒത്തിരി എഫേർട്ട് എടുക്കാൻ പറ്റാത്തതാണോ, അതോ ഇയാൾ തന്നെ മതി, അതാകുമ്പോൾ എനിക്ക് അധികം എഫേർട്ട് എടുക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണോ ഒരാളെ തന്നെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത്? ഇല്ല, അതാണത് ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസി ഉണ്ട്, ഇവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഞങ്ങള് ജോണി ആന്റണിയുടെ ഒരു പടം തുറുപ്പ് വിടാനാണെന്ന് തോന്നുന്നു, അതിൽ അഭിനയിക്കുന്ന സമയത്ത് പട്ടണത്തിൽ ഭൂതം രാജൻ പി ദേവും ഞാനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു സീനിലാണ് ഞങ്ങൾ ഒരു വില്ലൻ ഷെയ്ഡിലേക്ക് ക്യാരക്ടേഴ്സ് മാറുന്നത്. അപ്പോൾ ജോണിയോട് ചോദിച്ചു, ജോണി അപ്പോൾ ഈ സീനിലായിരിക്കും ഓഡിയൻസ് അറിയുന്നത് ഞങ്ങളായിരിക്കും ഇതിൻ്റെ പുറകിൽ നിന്നല്ലേ? അപ്പോൾ ജോണി പറഞ്ഞു, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെ അറിയും, ഞാൻ ഇതുവരെ എങ്ങനെയും എത്തിക്കാൻ പറ്റുന്നത് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ഇമേജ് ഉണ്ട്. ഇപ്പൊ അതൊക്കെ മാറി വരുന്നു. ഇപ്പൊ ഓഡിയൻസ് എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പഴം എടുത്തോ, ഒരു പഴം എടുത്തോ, ഫ്രീ. ഞാനങ്ങനെ സ്റ്റേജിൽ വെച്ച് പബ്ലിക്കായിട്ട് അല്ലെങ്കിലും ഇവനെ ഞാൻ പലപ്പോഴായിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇനി ഞാൻ ഗിഫ്റ്റ് തരുമ്പോ നിങ്ങളെ വിളിച്ച് പറയുന്നതായിരിക്കും. ഇവന്റെ അടുത്ത് വന്ന് ഇവന്റെ പെർഫ്യൂം ഒന്ന് മണത്ത് നോക്കൂ. അതാര് ഗിഫ്റ്റ് തന്നാടാ? അതായത് ഞാൻ ഇവന്റെ അടുത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞു, അതായത് ഈ ഗൾഫിലൊക്കെ ഉള്ള നമ്മളെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ വരുമ്പോൾ ഞാൻ ചോദിക്കും, നമ്മുടെ പെർഫ്യൂമിനൊക്കെ എന്താ വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്കൊരു പെർഫ്യൂമൊക്കെ മേടിച്ചോണ്ട് വരും എന്ന് ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു. പിന്നത്തെ ആഴ്ച ഞാൻ ദുബായിക്ക് ഏതോ പടത്തിന്റെ ARMന്റെ പ്രൊമോഷന് പോകാൻ സമയത്ത് ഇവൻ അവിടെ പെർഫ്യൂമിനൊക്കെ എന്തായിരിക്കും വില, അങ്ങനെ ഞാൻ വന്നപ്പോ മേടിച്ചു കൊടുത്തതാണിത്. ഞാനാണ് ഇവന്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്. അത് എനിക്ക് തന്നെ പിന്നീട് പലപ്പോഴും പണിയായിട്ട് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ പടത്തിൽ ഉൾപ്പെടെ എനിക്ക് തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. UAE-ലും സൗദിയിലും ഇത് പ്രദർശിപ്പിക്കുന്നില്ലായിരുന്നു. അതിന്റെ UAE-ലുണ്ട്, കുവൈറ്റിൽ ഇത് വാർത്ത വന്നായിരുന്നു. UAE-ലല്ല, കുവൈറ്റില് കുറച്ച് ഷോട്ടുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. സൗദിയിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അത് ഓരോ രാജ്യങ്ങളുടെ, നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ ചോദ്യം ചെയ്യാം, നമുക്ക് അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാം. മറ്റു രാജ്യങ്ങളിൽ അവരുടെ നിയമം അങ്ങനെയാണ്. നമുക്ക് ഇപ്പൊ തൽക്കാലം അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ അത് കാര്യമാക്കേണ്ട കാര്യമില്ല. വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് പരമാവധി പറ്റുന്ന, ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നത്, അവിടെയൊക്കെ നന്നായിട്ട് ആൾക്കാർ സിനിമനെ ആക്സെപ്റ്റും ചെയ്ത് കഴിഞ്ഞു. അവർക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല. അത് ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളാണ്. അതല്ലാതെ ഇനിയും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഈ റിലീസ് ചെയ്തപ്പോൾ സൈമൾട്ടേനിയസ്ലി ഔട്ട്സൈഡ് ഇന്ത്യ പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു, പല കാരണങ്ങൾ കൊണ്ട്. അത് ഇനിയിപ്പോ നെക്സ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് അതും ഉണ്ടാവും. ഇപ്പോഴും ഈ ഭേദഗതികൾ എല്ലാത്തിലും കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും പല കാര്യങ്ങളിലും. നിങ്ങൾ സൗദിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ 2019 പോയപ്പോ കണ്ടിട്ടുള്ള സൗദി അല്ല ഞാൻ പിന്നീട് 2023 പോയപ്പോ കണ്ടത്. അപ്പോ അതിനതിന്റെ സമയം കൊടുക്കും. അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട്. ഇപ്പോ 2019 ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവായിട്ടാണോ റിഗ്രസീവായിട്ടാണോ നമ്മൾ മാറിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ അധോഗതിയാണോ ഉണ്ടായിട്ടുള്ളതെന്ന് എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്താ തോന്നുന്നു, പുരോഗതിയാണോ? എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ആ സംശയത്തിൽ ഒരുപക്ഷെ ഞാൻ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബേസിൽ എന്ന് പറയുന്ന സംവിധായകനെ മിസ് ചെയ്യുന്നുണ്ട്. അതെനിക്കും നല്ല കൃത്യമായിട്ട് അറിയാം. പക്ഷെ അങ്ങനെ തല്ലി പഴിപ്പിക്കാൻ പറ്റില്ല. ആസ് എൻ ആക്ടർ ബേസിൽ നല്ല വൃത്തിയായിട്ട് അവന്റെ ജോലി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ആസ് എ ഫ്രണ്ട്, ആസ് എൻ ഓഡിയൻ, ഇപ്പൊ ആസ് എ പ്രൊഡ്യൂസർ ഒക്കെ ഞാൻ നോക്കുന്ന സമയത്ത് വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ആക്ടിങ് പെർഫോമൻസസ് ബേസിലിന്റെ ഭാഗത്തുനിന്ന് ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ ബേസിലിന്റെ സിനിമകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ബേസിലിന് ആസ് എ ഡയറക്ടർ ഒരു സിനിമ ചെയ്യുമ്പോൾ ആണ് അതിനേക്കാൾ ഒരു ആസ് എൻ ആക്ടർ ഉള്ളതിനേക്കാൾ ഹൈ കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഞാൻ ഇവരോടും പറഞ്ഞിട്ടുള്ളത് ഒരു 3 വർഷം കൂടുമ്പോൾ ഒരു സിനിമ
ഡയറക്റ്റ് ചെയ്യണം, പക്ഷെ അതുകൊണ്ട് അഭിനയം നിർത്തരുത് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.